നമസ്കാരം. എല്ലാവരും ക്ലാസ്സിന് തയ്യാറായി എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ ഹെൽത്ത് ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇത് സാധാരണ നമുക്ക് ലഭിക്കുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ അതെൻ്റെ വാട്സപ്പ് ഞാൻ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എനിക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിനെയെല്ലാം ബേസ് ചെയ്താണ് നമ്മൾ ഏത് ടോപ്പിക്ക് വേണം ഒരു ദിവസം എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ലിവർ ഹെൽത്ത് അഥവാ എങ്ങനെ നമ്മളുടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു ആൾ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛന് ഇപ്പോൾ ഫാറ്റി ലിവറുണ്ട്. അതുകൂടാതെ ഈ വേദനയുള്ള ഭാഗത്ത് നമുക്കറിയാം വയറിൻ്റെ ഉദരത്തിൻ്റെ വലതുവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്തായിട്ട് ചെറിയ ചുമന്ന് തടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ വേദനയുമുണ്ട്. എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇവർ തന്നെ ഒരു 2 ദിവസം മുന്നേ എനിക്ക് മറ്റൊരു റിക്വസ്റ്റ് ലിവർ ഹെൽത്തിനെ കുറിച്ച് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കണം എന്ന്. അതേപോലെ മറ്റൊരു റിക്വസ്റ്റ് വന്നിട്ടുള്ളത് കുറച്ചുകൂടി ഫിസിയോളജി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ച്. അത് പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധ്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ കഴിയാവുന്ന രീതിയിൽ ഓരോ ടെക്നിക്സിൻ്റെയും ഫിസിയോളജിയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് 1 മണിക്കൂറിലധികമാണ് പലപ്പോഴും ക്ലാസ് എടുക്കാനായിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെ ഇഴയാതെ ഭംഗിയായി ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം തന്നെ എങ്ങനെ കരൾ അരിപ്പയാക്കാതെ നോക്കാം എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ അവൻ്റെ കരൾ അരിപ്പയായി എന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ്? സാധാരണ മദ്യപിച്ച് കരളിന് എന്തെങ്കിലും അസുഖം വന്നവരെ കുറിച്ചാണ് ഈ ഒരു ചൊല്ല് നമ്മളുടെ നാട്ടിൽ പറയുന്നത്. പക്ഷേ ഇന്ന് വളരെ ഭീതിജനകമായ ഒരു രീതിയിൽ നമ്മളുടെ നാട്ടിൽ ലിവർ ഡിസീസസ് അതുമല്ലെങ്കിൽ കരൾ രോഗങ്ങൾ കൂടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ വസ്തുത ആളുകൾക്കെല്ലാം തന്നെ ഒരു പൊതുവായ ധാരണയുള്ളത് കള്ള് കുടിക്കുന്നവനാണ്, അതുമല്ലെങ്കിൽ സ്ഥിരമായ മദ്യപാനിക്കാണ് കരൾ രോഗങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസ് പോലെ തന്നെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും ഉണ്ട്. അതായത് മദ്യപിക്കാതെ തന്നെയും നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യം തകർന്ന് തരിപ്പണമാകാം. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ, അല്ലേ? മദ്യപിച്ച് ലിവർ കേടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെയും നമ്മളുടെ തെറ്റായ ജീവിത ശൈലിയിലൂടെയും നമുക്ക് നമ്മളുടെ കരളിൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് എടുക്കാനാകും. അതുകൊണ്ടാണ് കരൾ അരിപ്പയാകാൻ നമ്മൾ ഒരിക്കലും ഇടവരുത്തരുത് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിനു വേണ്ടി നമുക്ക് എന്തെല്ലാമാണ് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു. ഇത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? സാധാരണഗതിയിൽ ഇത് പലപ്പോഴും വേറെ എന്തെങ്കിലും അസുഖങ്ങളുമായി ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് പലർക്കും തനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. പലപ്പോഴും ഇത് തുടക്കത്തിൽ യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അതുകൊണ്ട് തന്നെ പലരും തങ്ങളുടെ ലിവറിന് ചെറിയ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമല്ല കുറച്ച് കാലം കഴിഞ്ഞ ശേഷമാണ് പലപ്പോഴും എന്താണ് തങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ളത് അറിയുന്നത് തന്നെ. ഇനി പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് വളരെ മൈൽഡായിട്ടാണ് തുടക്കത്തിൽ കാണുക. പലപ്പോഴും ഇത് ചെറിയ രീതിയിലുള്ള വേദന, പ്രത്യേകിച്ച് ലിവർ ഈ വലതുഭാഗത്ത്, ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യകർത്താവിൻ്റെ അച്ഛന് അനുഭവപ്പെടുന്നത് പോലെ തന്നെ വലതുവശത്ത്, വയറിൻ്റെ വലതുവശത്തായിട്ട് ചെറിയ വേദന, അതേപോലെ തന്നെ ക്ഷീണം, ഇത് രണ്ടുമാണ് തുടക്കത്തിൽ ഉണ്ടാവുക. പക്ഷേ ഇത് കുറച്ചുകൂടി മുന്നോട്ട് ഈ ഒരു ഡിസീസ് പുരോഗമിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ, പലരും ധരിക്കുന്നത് ലിവറിൽ കുറച്ച് കൊഴുപ്പുണ്ട്, ശരീരത്തിലും കൊഴുപ്പില്ലേ, അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന തെറ്റായ ഒരു ധാരണ പലരിലുമുണ്ട്. അത് ശരിയല്ല. കാരണം
ഫാറ്റി ലിവർ നമ്മൾ വേണ്ട രീതിയിൽ അതിനെ പരിചരിക്കാതെ വിട്ടുകഴിഞ്ഞാൽ, വേണ്ട രീതിയിൽ അതിനെ പരിഹരിക്കാതെ വിട്ടുകഴിഞ്ഞാൽ പലപ്പോഴും അത് ഒരു സ്റ്റിയാറ്റോ ഹെപ്പാറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇതിലുണ്ടാകുന്നത്? ഈ പറഞ്ഞ രീതിയിൽ കരളിന് വീക്കം തുടങ്ങുന്നു, അഥവാ കരളിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. കരളിന് ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പതുക്കെ പതുക്കെ കരളിൻ്റെ ഈ ആരോഗ്യം കുറയുന്നതുമായി ബന്ധപ്പെട്ട പല ലക്ഷണങ്ങളും ശരീരത്തിൽ ഉണ്ടായി തുടങ്ങുന്നു. എന്തെല്ലാമാണ്? ഒന്ന്, ഈ അസൈറ്റിസ് എന്ന് പറയും, അതായത് പൊതുവെ വയറിൻ്റെ ഭാഗത്തായിട്ട് നീര് കെട്ടുക. അതേപോലെ തന്നെ ചിലരിലാണെങ്കിൽ ഇത് ഈ നമ്മളുടെ ത്വക്കിന് അടിയിലുള്ള നമ്മളുടെ രക്തധമനികളിലും അതുപോലെ തന്നെ സിരകളിലുമെല്ലാം ഇവ തടിക്കും. ഇത് പലപ്പോഴും ഈ ഈസോഫാജിസ് അതുമല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് പൈപ്പിലെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഈ ഒരു ഇൻഫ്ലമേഷൻ അതുമല്ലെങ്കിൽ കരളിലെ നീർക്കെട്ട് ഈ രീതിയിൽ കുറച്ച് കാലം കൂടി നിന്ന് കഴിഞ്ഞാൽ എന്താണ്? ഇത് പതുക്കെ സിറോസിസ് ആയിട്ട് മാറും. സിറോസിസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മളുടെ കരളിൽ ഉണ്ടായിരിക്കുന്ന ഈ നീർക്കെട്ടിനെ തടയിടാനായി ഇവിടെ സ്കാറിങ് ഉണ്ടാകുന്നു, അതുമല്ലെങ്കിൽ ഇവിടെ ഫൈബ്രോസിസ് ഉണ്ടാകുന്നു. ഈ ഫൈബ്രോസിസ് ആണ് യഥാർത്ഥത്തിൽ സിറോസിസ് എന്ന് പറയുന്നത്. എന്താണ് സിറോസിസിന്റെ പ്രശ്നം? പതുക്കെ പതുക്കെ കരളിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് സിറോസിസും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇതെത്താം. കരളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലയ്ക്കാം, കംപ്ലീറ്റ് ലിവർ ഫെയിലിയറിലേക്ക് പോകാം. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മളുടെ ഫാറ്റി ലിവർ നമ്മൾ പരിപാലിക്കാതെ കൊണ്ടു നടന്നാൽ, അതിനെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കാതെ കൊണ്ടു നടന്നാൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ എന്തെല്ലാമാണ് ഇതിന് പലപ്പോഴും ഉണ്ടാകുന്ന കാരണം? ഇതിൽ ഏറ്റവും പ്രധാനം, ശരീരത്തിൽ അമിത വണ്ണം ഉള്ളവർക്ക്, ഒബേസ് ആയിട്ടുള്ളവർക്ക് എപ്പോഴും ഫാറ്റി ലിവറിനുള്ള സാധ്യത കൂടുതലാണ്. രണ്ട്, ഇതേപോലെ തന്നെ ശരീരത്തിൽ ഈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടി നിൽക്കുന്നവർക്ക്, അവർക്കും അതായത് രക്തത്തിൽ കൊഴുപ്പുള്ളവർക്കും ഇതിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെ ഡയബറ്റിസ് ഉള്ളവർ, പ്രത്യേകിച്ച് ടൈപ്പ് 2 പ്രമേഹം ഇതുള്ളവർക്ക് സാധാരണഗതിയിൽ ഇത് കുറേ കാലം കൊണ്ടു നടക്കുന്നവർക്ക് പലപ്പോഴും ഇവർക്കും ഫാറ്റി ലിവർ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ സാധാരണ ഇന്ന് ഇക്കാലത്ത് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. എന്താണ് മെറ്റബോളിക് സിൻഡ്രോം? നമ്മളുടെ ശരീരത്തിൽ മൊത്തത്തിൽ ആരോഗ്യം, നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് കുറേ തെറ്റായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, ഉചിതമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് വയറ്, ഈ അരവണ്ണമാണ് മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരളവുകൾ. ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ 40 ഇഞ്ചിന് മുകളിൽ വേസ്റ്റ് സൈസ് ഉണ്ടെങ്കിൽ, സ്ത്രീകൾക്കാണെങ്കിൽ 35 ഇഞ്ചിന് മുകളിലായി വേസ്റ്റ് സൈസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടുതലുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ HDL ലെവൽ, അതായത് നല്ല ലിപ്പോപ്രോട്ടീൻ, ശരീരത്തിലെ നല്ല കൊഴുപ്പിൻ്റെ അളവ് പുരുഷന്മാരിൽ 40 കീഴെയും സ്ത്രീകളിൽ 50 കീഴെയും ആണെങ്കിൽ, ഇങ്ങനെ കുറേ ടേംസ് ഉണ്ട്. ഇതിനനുസരിച്ച്, അതായത് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ, അതുപോലെ ബ്ലഡ് പ്രഷർ ഇതൊരു കൺട്രോൾ അല്ലാതെ അനിയന്ത്രിതമായി നിൽക്കുന്നു. നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-ന് മുകളിലായി നിൽക്കുകയാണെങ്കിൽ, ഇതിലൊരു 3-ന് മുകളിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ കരൾ രോഗങ്ങളും ഉണ്ടാകാനുള്ള, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുന്നവർക്ക്, അവർക്ക് ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുന്നവർക്ക്, അവർക്കും ഈ പറഞ്ഞ രീതിയിൽ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഫാറ്റി ലിവറിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയുക? ഇതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണമാണ്, അല്ലേ? ഒബേസിറ്റി, ശരീരവണ്ണം കൂടുതലുള്ളവർക്ക്, ശരീരഭാരം കൂടുതലുള്ളവർക്ക്, ഇവർക്കെല്ലാം തന്നെ ഈ രീതിയിൽ
ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ ശരീരഭാരം കുറയ്ക്കാനായി വെറുതെ എന്തെങ്കിലും കുറേ പട്ടിണി കിടക്കുകയോ അതുമല്ലെങ്കിൽ കുറേ മരുന്നുകൾ വാരി കഴിക്കുകയോ അല്ല ചെയ്യേണ്ടത്. പിന്നെയോ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണത്തിലും കൺട്രോൾ പാലിക്കുക. ഭക്ഷണത്തിൽ എന്തെല്ലാമാണ് കൺട്രോൾ പാലിക്കാൻ നാം ശ്രമിക്കേണ്ടത്? ഫാറ്റി ലിവർ ഉള്ളവർ ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ടത് പൊരിച്ചതും മൊരിച്ചതുമായ എണ്ണയിൽ വറുത്തതായ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. റെഡ് മീറ്റ് ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക. കഴിയുന്നതും ഇറച്ചിയും അതുപോലെ തന്നെയുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡും കഴിയുന്നത്ര ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഈ നമ്മൾ ആഡഡ് ഷുഗർ അല്ലേ, പലപ്പോഴും നമ്മൾ കഴിക്കുന്ന പാനീയങ്ങളിലേക്ക് മധുരം വാരിക്കോരിയിടുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിസും ഇതിനൊരു കാരണമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഷുഗർ, പഞ്ചസാര, മധുരം നിങ്ങളുടെ പാനീയങ്ങളിലോ ഭക്ഷണത്തിലോ എല്ലാം ചേർക്കുന്നുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിനു വേണ്ടി നമുക്ക് വളരെ ഗുണപ്രദമായിട്ട് കണ്ടിരിക്കുന്ന 1-2 ഭക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് അവോക്കാഡോ. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു പഴമാണ് അല്ലേ അവോക്കാഡോ. ഈ അവോക്കാഡോയിൽ നമുക്ക് നമ്മളുടെ ശരീരത്തിന് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന പെരസിനിയൽ A and B എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഈ ഘടകം ഉള്ളത് കൊണ്ട് തന്നെ ലിവറിൻ്റെ അതുമല്ലെങ്കിൽ കരളിൻ്റെ നീർക്കെട്ടിനെ പ്രതിരോധിക്കാനായിട്ട് ഇതിന് സാധിക്കുന്നു. അതേപോലെ തന്നെ അവോക്കാഡോയിൽ നല്ല ആരോഗ്യം തരുന്ന ഒലീക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ് ഉണ്ട്. ഈ ഒലീക് ആസിഡ് തന്നെയാണ് ഒലീവ് ഓയിലിലും ഉള്ളത്. അപ്പോൾ ഈ ഒലീക് ആസിഡിൻ്റെ പ്രസൻസും തീർച്ചയായിട്ടും അവോക്കാഡോ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ലിവറിലെ ഈ ഒരു ഫാറ്റി ലിവറിനെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവോക്കാഡോ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ ബ്രൊക്കോളി, നമുക്കറിയാം ബ്രൊക്കോളി ഇന്ന് നമ്മളുടെ നാട്ടിൽ പണ്ട് അത്ര ലഭ്യമല്ലെങ്കിലും അത് കുറച്ച് വില കൂടിയ ഒരു വെജിറ്റബിൾ ആണെങ്കിലും അതിൽ ധാരാളം കമ്പണൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സൾഫറാഫെയിൻ എന്നെല്ലാം പറഞ്ഞുള്ള ചില ആൻറ്റി ഓക്സിഡൻസ് ഈ ബ്രൊക്കോളിയിലുമുണ്ട്. അപ്പോൾ ഇതും ക്യാൻസർ അടക്കമുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് ബ്രൊക്കോളിയിലെ. അതുപോലെ ബ്രൊക്കോളിയിൽ കരോട്ടിനോയിഡ്സ് ഉണ്ട്. ഇതും നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് കണ്ണുകളുടെ ആരോഗ്യത്തിനും മറ്റും സഹായകമായ ഘടകങ്ങളാണ്. മറ്റൊന്ന്, ഈ ഇടയായിട്ട് കുറേ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾക്ക് അത്ഭുതം തോന്നും. ഞാൻ ഇന്നലെയും മിനിങ്ങാന്നും എല്ലാം തന്നെ നമ്മളുടെ ഹെൽത്ത് ടോക്കിൽ പല പ്രശ്നങ്ങൾക്കും അല്ലേ, അസിഡിറ്റിക്ക് ആണെങ്കിലും അതിന് മുന്നുള്ള പല പ്രശ്നങ്ങൾക്കും കഫീൻ അത്ര നല്ലതല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് കോഫി കുടിക്കുന്നത് ഈ ലിവറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ പറയുന്നത് ഒരിക്കലും മെഡിക്കൽ അഡ്വൈസ് അല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തന്നെയാണ്, അതുമല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ നാച്ചുറോപ്പതി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അതല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണുക, അതല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ ആണെങ്കിൽ കണ്ട ശേഷം മാത്രം സംശയ നിവൃത്തി വരുത്തി ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ അസുഖമുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അഡ്വക്കേറ്റ് സന്ധ്യ ഒരു കൊളസ്ട്രോൾ മെഡിസിൻ ഫാറ്റി ലിവർ കാരണമാകുന്നുണ്ടോ? കൊളസ്ട്രോൾ മെഡിസിൻസ് ഫാറ്റി ലിവർ ഒരു കാരണമാണ് എന്ന് നമുക്ക് പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട്, ഇതേവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിലും ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ രീതിയിൽ ബ്രൊക്കോളിയും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റൊന്ന്, വേ പ്രോട്ടീൻ എന്ന പ്രോട്ടീനെ കുറിച്ച് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. അതായത് പാലിൽ 2 തരത്തിലുള്ള പ്രോട്ടീൻസാണ് ഉള്ളത്. ഒന്ന് കസീൻ, അതുപോലെ തന്നെ വേ പ്രോട്ടീൻ. 80% കസീനും 20% വേ പ്രോട്ടീനുമാണ് ഈ പാലിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ നല്ല രീതിയിൽ ഒരു ചീസ് ഒന്ന് വാങ്ങിച്ച് നോക്കുക. ചീസ് ഒരു പെട്ടിയിലിരിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അതിൻ്റെ മുകളിലായിട്ട് വെള്ളം പോലെ ഒരു ഊറൽ നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് വേ. ഇത്
പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അത് പൗഡർ ഫോം ആക്കിയിട്ടാണ് ഈ വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേ പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത ഇതിൽ ഈ എസൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. എന്താണ് അമിനോ ആസിഡ്സ്? നമ്മളുടെ ശരീരത്തിലെ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്, അല്ലേ? ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സ് 20 എണ്ണമാണുള്ളത്. ഈ 20 അമിനോ ആസിഡുകളിൽ 9 എണ്ണം എസൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഒരു 3 അമിനോ ആസിഡുകൾ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറയും. ലൂസിൻ, ഐസോലൂസിൻ, വാലിൻ എന്നെല്ലാം പറഞ്ഞുള്ള ചില അമിനോ ആസിഡുകൾ. അപ്പോൾ ഇവയിൽ ഈ പറഞ്ഞ ലൂസിൻ ഇത് നമ്മളുടെ ഗ്രോത്തിനെ, നമ്മളുടെ വളർച്ചയെ എല്ലാം, സെൽ ഗ്രോത്തിനെ എല്ലാം സഹായിക്കുന്ന ഒരു ഘടകമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇത് ഈ വേ പ്രോട്ടീനിൽ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വേ പ്രോട്ടീൻ ആണെങ്കിലും ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായം ഒന്ന് തേടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ഉപയോഗിക്കുക. ഗ്രീൻ ടീ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഗ്രീൻ ടീ വേണം എന്നുള്ളതൊരു നാച്ചുറോപ്പതി ഡോക്ടർക്ക് നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനായിട്ട് സാധിച്ചേക്കും. അതേപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യം മൊത്തത്തിൽ കാത്ത് പരിരക്ഷിക്കാൻ യോഗയുടെ പരിശീലനം തീർച്ചയായിട്ടും സഹായകമാകും. പിന്നെ ഈ പറഞ്ഞ ലിവർ ഡിസീസ്, പ്രത്യേകിച്ച് ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട വേദനയ്ക്കുമെല്ലാം അക്യുപഞ്ചർ ഫലപ്രദമാണ് എന്നുള്ള പഠനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആളുടെ അച്ഛന് ഈ ഒരു ചികിത്സാ രീതി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ പല മാർഗങ്ങളിലൂടെ നമുക്ക് ഫാറ്റി ലിവറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനമായും വേണ്ടത് നല്ലൊരു ജീവിതശൈലി പിന്തുടരുക എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ നോക്കുക. നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിലും എക്സസൈസ് ചെയ്യുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരൾ അരിപ്പയാകാതിരിക്കാൻ നമുക്ക് പ്രതിരോധം തീർക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോക്ക്, ഹെൽത്ത് ടോക്ക് അല്ലേ, നമ്മളുടെ കരളിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള, ഫാറ്റി ലിവറിനെ കുറിച്ചുള്ള ടോക്ക് ഇവിടെ നമുക്ക് സമ്പൂർണ്ണമാക്കുകയാണ്. കാരണം 8:20 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മെഡിറ്റേഷൻ്റെ ട്രെയിനിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എനിവൺ ന്യൂ ഹിയർ? ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും, ആദ്യമായിട്ട് ഈ മെഡിറ്റേഷൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ 1/2 മിനിറ്റ് സമയം തരാം. ശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, പുതിയ ആരുമില്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ പൊതുവെ ഒരു റിലാക്സ് മൂഡ് ഉള്ളത് കൊണ്ടും നമുക്കൊരു കാര്യം ചെയ്യുന്ന പുതിയ ടെക്നിക്സിലേക്ക് പോകാതെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ടെക്നിക്സ് എല്ലാം തന്നെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മെഡിറ്റേഷന് മുന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. 1, നട്ടെല്ലും ശിരസും നിവർത്തി ഇരിക്കുക. നടുവേദന ഉള്ളവരാണെങ്കിൽ നട്ടെല്ലിന് ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക. അതായത് ഒരു തലയണയോ അതുമല്ലെങ്കിൽ ഒരു പുതപ്പോ മറ്റോ ചുരുട്ടി നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്തായിട്ട് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുവിന് സമ്മർദ്ദമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കൈകൾ ആം റെസ്റ്റിലോ മറ്റോ വെച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇനി ചുറ്റുമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം ഓഫ് ചെയ്യുക. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക, അതുമല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലാക്കുക. കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രമിക്കുക. ഇനി ടെക്നിക്സ് കിടന്ന് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്യുന്ന ഗൈഡഡ് റിലാക്സേഷൻ കിടന്ന് ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. അതേപോലെ തന്നെ എൻ്റെ ശബ്ദത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന് നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ ഇഫക്റ്റ് കളയണമെന്നില്ല. കണ്ണുകൾ ഞാൻ ഈ ഇൻസ്ട്രക്ഷൻ തന്നു തുടങ്ങിയാൽ കണ്ണുകൾ അടച്ച് തന്നെ വെച്ച് ഇരിക്കുന്നതായിരിക്കും ഉചിതം. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. മെല്ലെ
2 കണ്ണുകളും അടച്ച് ഒരു കൈപ്പത്തിയുടെ മുകളിലായി മറു കൈപ്പത്തി പ്രതിഷ്ഠിച്ച് കീപ് one palm over the other palm. Sit straight. Now, when I say inhale, start breathing in. When I say exhale, start breathing out. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. Inhale, exhale, inhale, exhale, inhale, exhale, inhale, മെല്ലെ ശ്വസനം സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ബ്രിങ് ദ ബ്രീത്തിങ് ടു നോർമൽ സിറ്റുവേഷൻ. ശരീരത്തിനും മനസ്സിനും ഉണ്ടായിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ മനസ്സിൽ വീക്ഷിക്കുക. ഒബ്സർവ് ദ ബ്യൂട്ടിഫുൾ ചേഞ്ച് all over the body and mind following the breathing. മനസ്സ് പൂർണ്ണമായും ശ്വസനത്തിൽ കേന്ദ്രീകരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റു ചിന്തകൾ കടന്നു വരുന്നെങ്കിൽ പ്രയത്നമേതുമില്ലാതെ ആ ചിന്തകളെ തിരികെ ശ്വസനത്തിലേക്ക് കൊണ്ടുവരിക. ഇനി let us observe the mechanics of breathing. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്രാണവായു നാസാരന്ധ്രങ്ങളിലൂടെ ഉള്ളിലേക്കൊഴുകി സൈനസുകളിൽ പരന്ന് മെല്ലെ ശ്വസനനാളിയിലൂടെ ശ്വാസകോശങ്ങളിലെത്തി ശ്വാസകോശങ്ങളിലെ ഓരോ അറകളും വികസിച്ച് മെല്ലെ മെല്ലെ ശ്വാസകോശങ്ങൾ പൂർണ്ണമായും വികസിക്കുന്നത് അനുഭവിച്ചറിയുക. ഇതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസകോശങ്ങളിലെ ഓരോ ചെറിയ അറയും ചുരുങ്ങി ശ്വാസകോശങ്ങൾ ഒന്നാകെ ചുരുങ്ങി ഇളം ചൂടുള്ള ഉച്ഛ്വാസവായു ശ്വാസനാളിയിലൂടെ മുകളിലേക്ക് ഉയർന്ന് മെല്ലെ മെല്ലെ നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതും അനുഭവിച്ചറിയുക. ശ്വസനത്തിൻ്റെ ഗതിവിഗതികളിൽ കേന്ദ്രീകരിച്ച് തന്നെ നിലകൊള്ളുക. ഒബ്സർവ്
the mechanics of breathing in your mind. Feel the flow, cool air as you breathe in, and the chest is expanding as you breathe out. Cool air is slowly blowing out and the chest is contracting. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, Slowly bring the breathing to normal situation. Continue the observance of breath. ശ്വസനത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിൽ വീക്ഷിക്കുക. Feel the beautiful relaxation all over the body and mind, following the mechanical observation breathing. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. Keep your eyes closed. If your mind is wandering, try to bring it back to breathing without any conscious effort. വളരെ വളരെ ശാന്തമായി ശ്വസനം തുടരുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. കീപ് യുവർ ഐസ് ക്ലോസ്ഡ്. ഇനി മെല്ലെ let us go for breathing with holding. ഞാൻ in 2 3 4 എന്ന് പറയുമ്പോൾ ശ്വാസം ഘട്ടം ഘട്ടമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. ഹോൾഡ് 2 3 4 എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തുക. ഇനി എക്സ് 2 3 4 എന്ന് പറയുമ്പോൾ ഘട്ടം ഘട്ടമായി ശ്വാസം പുറത്തേക്ക് വിടുക. പിന്നീട് ഹോൾഡ് 2 3 4 എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വിട്ട അതേ അവസ്ഥയിൽ തന്നെ പിടിച്ച് നിൽക്കുക. ഈ രീതിയിൽ ശ്വസനം തുടരുക. മെല്ലെ സ്റ്റാർട്ട്. ഇൻ 2 3 4. Hold 2 3 4. 2 3 4. Hold 2 3 4. 2 3 4. Hold 2 3 4.
A, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. A, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yeah, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yeah, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yeah, 2, 3, 4. Hold, 2, 3, 4. മെല്ലെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ശ്വസനം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരിക. നാം ചെയ്ത ഇക്വലൈസ്ഡ് ബ്രീത്തിങ് മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു തന്നെ നിലകൊള്ളുക. മനസ്സ് വേറെ എങ്ങോട്ടെങ്കിലും പാളുന്നുവെങ്കിൽ മെല്ലെ മെല്ലെ പ്രയത്നരഹിതമായി തന്നെ മനസ്സിനെ തിരികെ ശ്വസനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. ഇനി മെല്ലെ ഉദരശ്വസനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അബ്ഡോമിനൽ ബ്രീത്തിങ്. മെല്ലെ വലതു കൈപ്പത്തി വയറിന് മുകളിലായി, പൊക്കിളിന് അല്പം മുകളിലായി പ്രതിഷ്ഠിക്കുക. ഇടത് കൈപ്പത്തി നെഞ്ചിലും പ്രതിഷ്ഠിക്കുക. Keep the right hand over the abdomen, the left hand over the left thoracic or the chest region. Now, as you breathe in, observe the changes happening to the abdominal wall. The abdominal wall is coming up. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് ഉദരഭാഗം ഉയർന്നു വരുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താഴേക്ക് വരുന്നു. As you breathe out, the abdominal wall is coming down. Just observe the movement of your abdominal wall. Inhale, exhale, inhale, exhale. Inhale, exhale, inhale, exhale, inhale, exhale, inhale,
exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. മെല്ലെ കൈകൾ തിരികെ പൂർവ്വസ്ഥതയിലേക്ക് കൊണ്ടുവരിക. വലത് കൈപ്പത്തിയുടെ മുകളിലായി ഇടത് കൈപ്പത്തി വെച്ച് നട്ടലും ശിരസ് നിവർത്തി കണ്ണുകളടച്ച് ശാന്തമായി സ്വച്ഛരായി ഇരിക്കുക. ഒബ്സർവ് ദ ബ്രീത്തിങ്. നിങ്ങളുടെ ശ്വസനഗതിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലകൊള്ളുക. ഫീൽ ദ ബ്യൂട്ടിഫുൾ റിലാക്സേഷൻ ഓൾ ഓവർ ദ ബോഡി ആൻഡ് മൈൻഡ് following the breathing. Now, let us do the abdominal breathing with mechanical observation. As you breathe in, feel the diaphragm coming down and pressing the abdominal cavity, and slowly the abdominal wall is raising. As you breathe out, feel the diaphragm slowly moving up. Along with that, the abdominal wall is coming down. ശ്വസനത്തിൻ്റെ ഈ ഒരു രീതിയിൽ നമ്മളുടെ ഡയഫ്രത്തിൻ്റെ പ്രാചീരത്തിൻ്റെ ചലനങ്ങളും കൂടി ഉൾപ്പെടുത്തി അബ്ഡോമിനൽ ബ്രീത്തിങ് തുടരുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale. Slowly finish the practice. Keep one palm over the other palm. Sit straight. Keep your eyes closed. Feel the beautiful relaxation all over the body and mind, following the mechanical abdominal breathing. ശരീരത്തിനും മനസ്സിനും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളുക. ഇനി മെല്ലെ അടുത്ത ഘട്ടം അബ്ഡോമിനൽ ബ്രീത്തിങ് വിത്ത് ഫോഴ്സ്ഡ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ഞാൻ ഇൻഹേൽ എന്ന് പറയുമ്പോൾ വയറ് മെല്ലെ മുകളിലേക്ക് ഉയരുന്നു, അതിനനുസരിച്ച് ഡയഫ്രം താഴേക്ക് വരുന്നു. പിന്നീട് ഇൻ എന്ന് പറയുമ്പോൾ വളരെ ശക്തിയോടെ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉദരഭിത്തി കഴിയാവുന്നത്ര മുകളിലേക്ക് ഉയർത്തുക. ഇതേ രീതിയിൽ എക്സേൽ എന്ന് പറയുമ്പോൾ ഉദരഭിത്തി താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും ഔട്ട് എന്ന് പറയുമ്പോൾ പരമാവധി ശ്വാസം വീണ്ടും പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഉദരഭിത്തി പൂർണ്ണമായും ശരീരത്തോട് പറ്റിച്ചേരുന്നത് അനുഭവിച്ചറിയുക. Let us start. Inhale, in,
exhale, out, inhale, in, exhale, out, inhale, in, exhale, out, inhale, in, exhale, out, inhale, in, exhale, out, inhale, in, exhale, out, inhale, in, exhale, out, inhale, in, exhale, out. മെല്ലെ കൈകൾ പൂർവ്വസ്ഥതയിലേക്ക് കൊണ്ടുവരിക. Bring the hands back to normal position. One palm over the other palm. Feel the beautiful relaxation all over the body and mind, following the abdominal breathing with forceful inhalation and exhalation. മനസ്സും ശരീരവും അഗാധമായ വിശ്രമാവസ്ഥയെ പുൽകിയിരിക്കുന്നു. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. Keep a beautiful smile on your face. ഇനി let us go for the chest breathing. മെല്ലെ keep both the hands over the chest. ഇനി മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് നമ്മളുടെ വാരിയെല്ലുകൾ മെല്ലെ അകന്ന് അവയ്ക്കിടയിലെ ഇൻ്റർകോസ്റ്റൽ മസിലുകൾ അവയുടെ പ്രയത്നഫലമായി മെല്ലെ 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 നമ്മളുടെ ശ്വാസകോശങ്ങൾ വികസിക്കുന്നത് അനുഭവിച്ചറിയുക. നെഞ്ച് വശങ്ങളിലേക്കും വാരിയെല്ലുകൾ മുകളിലേക്കും ഉയരുന്നത് അനുഭവിച്ചറിയുക. ഇനി ശ്വാസം പുറത്തേക്ക് വിടവേ ഇതേ രീതിയിൽ തന്നെ മെല്ലെ ഇൻ്റർകോസ്റ്റൽ മസിൽസ്, വാരിയെല്ലുകൾക്ക് ഇടയിലുള്ള ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നു. അതിനനുസരിച്ച് നെഞ്ച് ചുരുങ്ങുന്നു. അതിനനുസരിച്ച് ശ്വാസകോശങ്ങളും ചുരുങ്ങി ശ്വാസം പുറത്തേക്ക് ഒഴുകുന്നു. ഇനി നിങ്ങളുടെ ചിന്ത ചെസ്റ്റ് റീജിയനിൽ മാത്രം കേന്ദ്രീകരിക്കുക, നെഞ്ചിൽ മാത്രം. Now let us observe the in and out movement of the chest as you breathe in and out. Let us start. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. ഇനി മെല്ലെ the second stage, chest breathing with forceful inhalation and forceful exhalation. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കവേ ഇൻഹേൽ എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. പിന്നീട് ഇൻ എന്ന് പറയുമ്പോൾ ശക്തമായി
അല്പം കൂടി ശ്വാസം ഉള്ളിലേക്കെടുത്ത് നെഞ്ച് പരമാവധി വികസിപ്പിക്കുന്നു. ഇതേ രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുക. പിന്നീട് ഔട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ശക്തമായി അവശേഷിച്ച ശ്വാസം പുറത്തേക്ക് തള്ളുക. ലെറ്റ് us start the chest breathing with forceful inhalation and exhalation. Inhale, in, exhale, out, inhale, in, exhale, out, inhale, in, exhale, out, inhale, in, exhale, out, inhale, in, exhale, out. മെല്ലെ കൈകൾ പൂർവ്വസ്ഥതയിലേക്ക് കൊണ്ടുവരിക. Bring the hands back to normal position. Keep one palm over the other palm. Keep your attention focused on your breathing. Feel the beautiful relaxation all over the body and mind following the chest breathing with forceful inhalation and exhalation. The body and mind is completely relaxed. Keep a beautiful smile on your face. Don't allow your mind to wander. Just bring the mind back to the breathing in case it is going away from you. Don't take any effort to control your mind, but slowly, slowly, slowly bring it back to your breathing. Keep your attention focused on your breathing. Keep a beautiful smile on your face. Now, let us get ready for the guided relaxation. Either you can sit straight in relaxed position or you can lie down in Shavasana. If you are sitting, sit straight with your eyes closed, hands in a relaxed position or keeping one palm over the other palm. And if you are lying down, slowly, very slowly go to the lying down position. Do not disturb the existing relaxation all over the body and mind. Slowly lie down, keep your legs apart, hands apart, eyes closed. ഇനി ഞാൻ പറയുന്ന ശരീരഭാഗങ്ങൾ മനസ്സിൽ ഓരോന്നായി വീക്ഷിച്ച് ആ ഭാഗങ്ങളെ സുഖകരമായ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കുക. Slowly, very slowly, let us get ready for the guided relaxation. Observe each of the body part which I am pointing out and try to relax that part without any effort with your mind. യാതൊരു സംഘർഷങ്ങളുമില്ലാതെ സമ്മർദ്ദങ്ങളുമില്ലാതെ മനസ്സുകൊണ്ട് തന്നെ ശരീരഭാഗങ്ങളെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. Visualize the toes of both the legs. Relax. Visualize the soles of the feet, ullam kalugal. Relax. Visualize both the feet
ആൻഡ് ദ ഹീൽ, രണ്ട് പാദങ്ങളും അതോടൊപ്പം തന്നെ ഉപ്പൂറ്റികളും. റിലാക്സ് the ankle joint, relax the calf muscle, relax the thigh muscle, the upper part, the lower part, as well as the sides of the thighs. തുടകളുടെ മാംസപേശികളാകെ തന്നെ മനസ്സിൽ വീക്ഷിക്കുക. Relax. Slowly bring your attention to the muscles of the buttocks, പൃഷ്ഠഭാഗത്തെ മാംസപേശികൾ. Relax. Slowly bring your focus to the lower back region, the muscles of the lower back. Relax. Slowly bring your focus to the middle back. Relax. The upper back, the muscles of the upper back. Relax. Now visualize the whole back, the spinal cord, the joints, the small joints in between the vertebrae. നിങ്ങളുടെ നട്ടലിലെ കശേരുക്കൾ, കശേരുക്കൾക്കിടയിലുള്ള ചെറിയ ചെറിയ സന്ധികൾ എല്ലാം മനസ്സിൽ വീക്ഷിക്കുക. റിലാക്സ്. Now slowly, very slowly, bring your attention to the lower abdomen. അടിവയറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Relax. The internal organs of the lower abdomen, അടിവയറിലെ ആന്തരിക അവയവങ്ങൾ. The urinary bladder, the urethra, both the kidneys on the back side. Relax. Now slowly concentrate on your abdominal wall. As you breathe in, it is coming up. As you breathe out, it is coming down. ഉദരഭാഗത്തെ മാംസപേശികളുടെ ചലനങ്ങൾ വീക്ഷിക്കുക. ഉദരഭിത്തി ശാന്തമായി വരുന്നു. The abdominal wall is relaxed. Relax. Now slowly visualize the internal organs of your abdomen. The stomach on the left side, the large intestine, the small intestine, forming network in your abdominal region. Now the liver on the right part of the abdominal cavity, the pancreas on the left upper part of your abdomen, spleen in between. Feel the abdominal wall pressing against the internal organs of the abdomen and giving them a beautiful compression. ഉദരഭിത്തി മെല്ലെ മെല്ലെ താഴേക്ക് വന്ന് ശരീരത്തോട് പറ്റിച്ചേർന്ന് ഉദരഭാഗത്തെ ആന്തരിക അവയവങ്ങൾക്ക് നൽകുന്ന സുഖകരമായ സമ്മർദ്ദം അനുഭവിച്ചറിയുക. റിലാക്സ്. മെല്ലെ മെല്ലെ കോൺസെൻട്രേറ്റ് ഓൺ യുവർ ചെസ്റ്റ് റീജിയൻ. ഫീൽ the expansion and contraction of your chest as you breathe. ശ്വസനത്തിനനുസരിച്ച്
നെഞ്ചിൻ കൂടിൻ്റെ ചലനങ്ങൾ വീക്ഷിക്കുക. മെല്ലെ മെല്ലെ നെഞ്ചിൻ്റെ ചലനങ്ങൾ ശാന്തമാകുന്നു. The chest cavity is relaxed. Feel the breathing rate calming down. ശ്വസനഗതി ശാന്തമാകുന്നു. The heart rate is calming down. ഹൃദയമിടിപ്പ് ശാന്തമാകുന്നു. Now the heart and the lungs are completely relaxed. ഹൃദയവും ശ്വാസകോശങ്ങളും പൂർണ്ണമായും ശാന്തമായിരിക്കുന്നു. മെല്ലെ മെല്ലെ shift the focus to the fingers of both the palms. The fingers, observe them in your mind. Relax. The palms, the upper part and the inner part of the palms. Relax. The wrist joint. Relax. The forearms. Relax. The elbows, kaimuttugal. Relax. The biceps and the triceps muscle. Relax. The shoulder. Relax. Now concentrate on your neck region, the front part of the neck, the back part of the neck, the sides of the neck, the muscles of the whole neck region. Relax. Visualize the thyroid gland, the windpipe, the footpipe passing through the neck region. Relax. Turn your focus to the head region, the scalp. Relax. The brain, Mastishkam. Relax. Bring your focus to your face region, the forehead. Relax. The eyebrow. Relax. Both the eyes. Relax. The nose. Relax. Inner part of the nose, the nostril. Relax. The sinuses on your forehead, on both the sides of your nose and under the eyes, the sinus cavities. Relax. Both the cheeks. Relax. Both the legs. Relax. The tongue. Relax. Now visualize the whole body. The whole body is relaxed. Scan for any tension in any part of your body. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ സമ്മർദ്ദങ്ങളോ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് കണ്ണുകൾ അടച്ച് തന്നെ നിരീക്ഷിക്കുക. If you feel any discomfort, any catch or any strain in any part of your body, just visualize the discomfort in your mind. Just visualize that part in your mind. You can feel that part getting automatically relaxed. സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തെ മനസ്സുകൊണ്ട് തന്നെ നിരീക്ഷിച്ച് ശാന്തമാക്കുക. നിങ്ങളുടെ ശരീരത്തെ ആകെ തന്നെ
നോക്കിക്കാണുക. ഒബ്സർവ് യുവർ ഹോൾ ബോഡി in the present state. If you are sitting, visualize yourself sitting, and if you are lying down, visualize yourself in the lying down position. Feel the complete weightlessness of the whole body. ശരീരത്തിൻ്റെ ഭാരമില്ലായ്മ പൂർണ്ണമായും ആസ്വദിക്കുക. ശരീരത്തിൽ എവിടെയും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളോ സമ്മർദ്ദങ്ങളോ അസ്വസ്ഥതകളോ വേദനകളോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നതേയില്ല. ഇനി visualize a blue luminous light of relaxation starting from the toes, slowly filling both the feet, ankles, spreading up through the calf muscle, the front part, reaching the knees, feel the knee, spreading up through the thighs, the muscles of the thigh, reaching the buttocks, feeling the muscles of the buttocks. Slowly, the blue luminous light is filling the lower back, the middle back, the upper back. Feel a beautiful wave of relaxation, the wave of blue luminous light filling the whole back region and the spinal cord. Now the blue luminous light is spreading through the lower abdomen, filling the internal organs of the lower abdomen, spreading up to the abdominal cavity, filling the abdominal cavity, filling the internal organs of the abdomen. The abdomen is filled with the blue luminous light of relaxation. Slowly, it is spreading up to the chest, filling the chest cavity, both the legs and arms, filled with the blue luminous light of relaxation. Now, the light is spreading to both the hands, filling both the hands and shoulders, slowly spreading up to the neck region getting filled with the light of relaxation, slowly going up and reaching the skull, the brain inside. The skull and the brain is getting filled with blue luminous light of relaxation, slowly spreading to the whole face, the facial muscle, the internal parts of the face. Now you can see yourself glowing with the blue luminous light of relaxation. The body is glowing. The body is glowing. The body is glowing. All the tension, all the pains are vanishing in the blue luminous light of relaxation. All the pain, all the discomforts are vanishing in the blue luminous light of relaxation. All the pain, all the discomforts are vanishing in the blue luminous light of relaxation. ഈ നീലവെള്ളി വെളിച്ചത്തിൽ ശരീരത്തിലെ
എല്ലാ അസ്വസ്ഥതകളും വേദനകളും അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നത് അനുഭവിച്ചറിയുക. Now visualize your mind getting filled with the beautiful wave of relaxation. The mind is getting filled with beautiful wave of relaxation. The mind is glowing with the blue luminous light of relaxation. The mind is glowing. The mind is glowing. The mind is glowing. All the fears and anxieties have vanished in the blue luminous light. All the fears and anxieties have vanished in the blue luminous light of relaxation. All the fears and anxieties have vanished in the blue luminous light of relaxation. Just be in this pleasant state of mind and body. Enjoy the relaxation, the complete silence resonating inside your mind and the body. മനസ്സിലും ശരീരത്തിലും കളിയാടുന്ന സുഖകരമായ നിശബ്ദത മാത്രം അറിയുക. Now, slowly, very slowly come to body consciousness. But do not open your eyes. കണ്ണുകൾ തുറക്കാതെ ശരീരത്തിൻ്റെ ബോധതലത്തിലേക്ക് വരിക. ഇനി ഞാൻ പറയുന്ന നിർദ്ദേശം മനസ്സിൽ ആവർത്തിക്കുക. I am filled with confidence, health and happiness. 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 Repeat this positive command to yourself, to your mind, without opening the lips. Internally, you have to repeat it in the mind. Now, absorb this health, happiness and confidence into the deepest core of your mind and heart. മനസ്സിൻ്റെ ശരീരത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഈ ഒരു വിശ്രമാവസ്ഥയെ
സ്വാംശീകരിച്ചുകൊണ്ട് സ്വായത്തമാക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ കണ്ണുകൾ തുറക്കുക. വെരി സ്ലോലി open up your eyes. Now those who are lying down, just turn to one side and come to sitting position with the help of your hand. Now slowly rub both the palms together. രണ്ട് കൈപ്പത്തികളും ഈ രീതിയിൽ ഉരയ്ക്കുക. ഇളം ചൂടാകുന്നതുവരെ let them get warm. Apply this warmth all around the eyes, on the infraorbital and supraorbital muscle, and relax them 3 times. 3 വട്ടം. You have to do it 3 times. എല്ലാവരും പാമിംഗ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വരെയായി പല ടെക്നിക്സ്, വി ഹാവ് ഡൺ സോ മെനി ടെക്നിക്സ് ഇൻ ദ പാസ്റ്റ് 7 days. ഇപ്പോൾ നമ്മൾ 7 ദിവസം ആവുകയാണ് അല്ലേ? അപ്പോൾ ദോസ് ഹു ആർ ഹാവിങ് എനി ഡൗട്ട്സ്, ലൈക്ക് ഇപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുവരെ ചെയ്ത ടെക്നിക്സിൻ്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഓരോ ക്ലാസ്സിലും പലരും പുതുതായി വരുന്നവരുണ്ടാകാം. അവർക്ക് ചിലപ്പോൾ ഇതിൽ മെസ്സേജ് ചെയ്യാൻ ഉള്ള സമയം കിട്ടുന്നുണ്ടാകില്ല, അതല്ലെങ്കിൽ അതിൻ്റെ സങ്കോചമുണ്ടാകാം. ഇങ്ങനെയുള്ളവരൊന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ ചെയ്യുന്ന ഈ ക്ലാസ്സുകളിലുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും അതുപോലെ യൂട്യൂബ് അക്കൗണ്ടിലും അപ്ലോഡ് ചെയ്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ഈ ക്ലാസ്സുകളൊന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാമാണ് സാധാരണ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് നമ്മൾ എല്ലാ ദിവസവും ഈ രീതിയിൽ ഇന്ന് കരളിൻ്റെ ആരോഗ്യത്തിനെ പറ്റി ചർച്ച ചെയ്തതുപോലെ പല ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 20ാമത്തെ മിനിറ്റിന് ശേഷം മുതൽ ഈ വീഡിയോസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ മെഡിറ്റേഷൻ ട്രെയിനിങ്ങിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഈ ട്രെയിനിങ്സ് ഇനി പഠിച്ചവരാണെങ്കിലും ഈ ക്ലാസ്സുകളിൽ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു റെഫറൽ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് ഈ പഴയ വീഡിയോസ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിലും എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം, 9961921728. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഇനി അത്യാവശ്യമാണെങ്കിൽ വിളിക്കാനും മടിക്കേണ്ടതില്ല. അതിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ അയക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ വിഷയങ്ങൾ ഈ പരിപാടിയിലൂടെ ചർച്ച ചെയ്യണമെങ്കിലും ഈ നമ്പറിലേക്ക് SMS ചെയ്യുക. അതല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ തവണയും ടോക്ക് അവസാനിക്കുന്നതിന് മുന്നേ പറയുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഡോക്ടർ ദിനേശ് കർത്ത, അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡോക്ടർ ദിനേശ് കർത്ത, ഇവ രണ്ടും എല്ലാവരും കഴിയാവുന്നത്ര ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിയാവുന്നത്ര ആളുകളെ കൊണ്ട് ലൈക്ക് ചെയ്യിക്കുക. കാരണം നമുക്ക് അതുപോലെ എൻ്റെ പ്രധാന ഒരു അഭ്യർത്ഥന ഒരിക്കൽ കൂടി, ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകൾ കുറവാണ് എങ്കിലും അണ്ണാറക്കുഞ്ഞനും കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരിപാടി നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിങ്ങളുടെ ബന്ധുജനങ്ങളിലും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ മെഡിറ്റേഷൻ്റെ അടുത്ത ലെവലിലേക്ക് അടുത്ത ദിവസങ്ങളിൽ കടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ കഴിയാവുന്നത്ര പേരെ ഈ ഒരു ഇതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ആളുകൾ താങ്ക് യു പറഞ്ഞു തുടങ്ങി. മായ ജയകുമാർ, ഗായത്രി ബി, താങ്ക് യു. ഓക്കെ, വെൽക്കം. അപ്പോൾ എല്ലാവരെയും നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.